നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നീളൻ ക്യാൻവാസിൽ ഒപ്പുശേഖരണ ക്യാമ്പയിനും ഇതോടനുബന്ധിച്ച് നടന്നു. നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് KB സുഭാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ MS പ്രീതി, സ്കൗട്ട് മാസ്റ്റർ സജിമോൻ KP, ഗൈഡ് ക്യാപ്റ്റൻ R ശ്രീകല, NCC ക്യാപ്റ്റൻ രാധി രാജൻ, NSS പ്രോഗ്രാം ഓഫീസർ സംഗീത PR എന്നിവർ സംസാരിച്ചു. ഗൈഡ് അംഗം സായുജ്യ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജൂൺ 26 ലോകമെമ്പാടും ലഹരിവിരുദ്ധ ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണ്. 1985 ഐക്യരാഷ്ട്രസഭ ഈ ലഹരിക്കെതിരെ ലോകം കൈകോർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ തീരുമാനമെടുക്കുകയും ലഹരിക്കെതിരെയുള്ള ഒത്തിരി പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഓരോ വർഷം കടന്നുപോയി ഈ 2025 വന്നപ്പോൾ ലോകത്തിലും ഇന്ത്യയിലും അതിലുപരി നമ്മുടെ കേരളത്തിലെ ലഹരികളുടെ ഉപയോഗം ഏറ്റവും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യുവാക്കളിലും വിദ്യാർത്ഥികളുമാണ് ഈ പുതിയ രാസലഹരിയുമായിട്ട് ഉപയോഗവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നു. മറ്റു കാര്യം മാത്രമാണ് നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്. സമീപകാലത്ത് ലോകം മുഴുവനും യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയും വിവിധ യുദ്ധങ്ങളെ നേരിടുക, അതിൻ്റെ ഭീഷണികളും ഒക്കെ നടക്കുന്ന അവസരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമ്മളൊരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു അറ്റാക്കിൽ ഏർപ്പെടുകയും കൃത്യമായ സമയത്തിനുള്ളിൽ തീർക്കുകയും ചെയ്തു. വൻശക്തികളെന്ന് പറയുന്ന പല രാജ്യങ്ങൾക്കും കഴിയാത്ത കാര്യം നമ്മുടെ ഏതാണ്ട് 4 ദിവസം കൊണ്ട് ചെയ്തു തീർത്ത് ലോകത്തിന് മുന്നിൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തെങ്കിലും ഒരുപക്ഷെ അതിനോടൊക്കെയുള്ള ആ ഒരു എതിർപ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളും അല്ലെങ്കിൽ മറ്റ് തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലുകളിൽ നിന്നൊക്കെ കോടാനുകോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് നമ്മൾ ഓരോ വർഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രത്തിലൊക്കെ വലിയ വാർത്തയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഇന്ത്യയെ നശിപ്പിക്കാം? അതിൽ ഏതാണ്ട് 55% വരുന്ന യുവാക്കളാണ് ഇന്ത്യയുടെ മുഖ്യ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള ഒരു കുറുക്കുവഴി കൂടിയാണ് ഇത്തരത്തിലുള്ള മാരകമായ രാസലഹരികളുടെ ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക്. ഒരുപാടും ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് യുവതലമുറ അതിന് മുന്നിട്ടിറങ്ങുന്ന ഒരു ദിവസമാണ്. പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ദൈനംദിനം വെറുതെ ഒന്ന് കണ്ണോടിച്ചു പോയാൽ നമുക്ക് നമ്മുടെ മുന്നിൽ മായാതെ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രീനിൽ വന്നു പോകുന്ന പോലെ കാണുന്ന വാർത്തകളാണ് ലഹരി ദുരുപയോഗം അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടായിട്ടുള്ള അക്രമങ്ങളും മറ്റ് പ്രതിസന്ധികളും എല്ലാം. അപ്പോൾ ഈ ഒരവസരത്തിൽ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ആകൃഷ്ടരാകുന്നത് യുവതലമുറയാണ്. ഡ്രഗ് ഫ്രീ ഡേ ആണ്, അതായത് ആൻറ്റി നാർക്കോട്ടിക്സ് ഡേ. നമുക്ക് ലഹരി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സർക്കാർ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ 1933 നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ലഹരിക്കെതിരെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് പാസ് ചെയ്യാനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറാണ് 1933. പിന്നെ മാനസിക ആരോഗ്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനും ഉണ്ട്. ഒരു മാനസ് എന്ന് പറയുന്ന ഒരു ആപ്പും ഉണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാം. അതുപോലെ തന്നെ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നവരെ കണ്ടെത്തുകയോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ റാലി KB സുഭാഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നീളൻ ക്യാൻവാസിൽ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിമുക്തി ചുമതലയുള്ള അധ്യാപകൻ VP സാജൻ ചടങ്ങിൽ